തുടങ്ങാം. അല്ല, അങ്ങനെയല്ല. ഈ പിന്നെ പ്രസന്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ? തെറ്റുണ്ടാവുമോ എന്ന് ചോദിച്ചതാ. ഇല്ല. എല്ലാവർക്കും നമസ്കാരം. നാരായണീയ പഠനമാണ്. അതിൽ ഒന്നാമത്തെ ദശകം പൂർണ്ണമായി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദശകത്തിൽ 7 ശ്ലോകങ്ങളും കഴിഞ്ഞു. ഇനി 8ാമത്തെ ശ്ലോകമാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തത് ദൂരേത്യഫലം യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത് തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. അപ്പോ നിഷ്കാമം ആദ്യം നമുക്കൊന്ന് പഠിക്കാം. നിഷ്കാമം, പിന്നെ നിയതസ്വധർമ്മചരണം. നിയത, ആ നിയതസ്വധർമ്മചരണം എന്നുള്ളതിൽ നിയത എന്നൊരു പദം, സ്വധർമ്മ, സ്വധർമ്മ, സ്വധർമ്മ ചരണം, നിയതസ്വധർമ്മചരണം. അവിടെ ധ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം. നിയതസ്വ, നിയതസ്വധർമ്മ, നിയതസ്വധർമ്മ ചരണം, നിയതസ്വധർമ്മചരണം, നിയതസ്വധർമ്മചരണം. നിഷ്കാമം നിയതസ്വധർമ്മചരണം നിഷ്കാമം നിയതസ്വധർമ്മചരണം നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. കർമ്മ യോഗ അഭിധം, കർമ്മയോഗ അഭിധം, യോഗാഭിധം, കർമ്മയോഗാഭിധം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കർമ്മയോഗ എന്ന് കഴിഞ്ഞിട്ട് ഭീ എന്നുള്ളത് ഘോഷാക്ഷരാണ്, ധം അതും ഘോഷാക്ഷരാണ്. അവിടെ യോഗാഭിധം ശ്രദ്ധിക്കണം. യത് കർമ്മയോഗാഭിധം, യത് കർമ്മയോഗാഭിധം, യത് കർമ്മയോഗാഭിധം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തത് ദൂരേത്യഫലം. ദൂരേത്യ, ഫ, ഫലം എന്നുള്ളതിന്റെ ഫ അധികരാണ്. ഫലം, തത് ദൂരേത്യ കൂടുമ്പോഴ് ദ് എന്നുള്ളത് ഇരട്ടിച്ചു വരും, ദു എന്നാവും. തദ്ദൂരേത്യ ഫലം, തദ്ദൂരേത്യ ഫലം, തദ്ദൂരേത്യ ഫലം.
പിന്നെ യത് ഔപനിഷദജ്ഞാനോപലഭ്യം. ഔപനിഷദജ്ഞാനോപലഭ്യം. യത് ഔപനിഷദ യദൗനൗ യദൗപനിഷദജ്ഞാനോപലഭ്യം. നോ ജ്ഞാന ഉപലഭ്യം എന്നുള്ളതാണ്. ജ്ഞാന ഉപലഭ്യം. അവിടെ ജ്ഞാനോപലഭ്യം ഭ എന്നുള്ളത് ഘോഷാക്ഷരാണ്. അതിന്റെ കൂടെ യ അനുസ്വാരവും കൂടിയാണ്. ഭ്യം. പിന്നെ പുനഃ എന്നുള്ളതും കൂടി ആ ഒരു വരി തന്നെയാണ്. യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ. യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ. തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ. ഇനി അടുത്ത വരി തത് തു അവ്യക്തതയാ. 3 പദങ്ങളാണ്. തത് എന്നൊരു പദം, അതിന്റെ കൂടെ തു എന്ന് കൂടുകയാണ്. തത് തു തത്തു എന്നാവും. തത്തു എന്ന് കഴിഞ്ഞിട്ട് അവ്യക്തതയാ തു ഉ പിന്നെ ആ വരുമ്പോൾ വാ എന്നാണ് മാറുക. തത്വ എന്നാവും. തത്വവ്യ തത്വവ്യ. അത് തത്വ വ്യക്തതയാന്നല്ല കേട്ടോ, തത്തു അവ്യക്തതയാന്നാണ്. ആ പദം മുറിക്കലൊന്ന് നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. ഇല്ലെങ്കിൽ നമ്മളിപ്പോ ചൊല്ലിപ്പോ തത്വ വ്യക്തതയാ എന്ന് ചൊല്ലിയ തെറ്റായി. തത്വവ്യക്തതയ അവ്യക്തതയാ തന്നെ വേണം. തത്വവ്യക്തതയാ അവ്യക്തതയാ തത്വവ്യക്തതയാ. സുദുർഗമതരം 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 സുദുർഗമതരം. തത്വവ്യക്തതയാ സുദുർഗമതരം. തത്വവ്യക്തതയാ സുദുർഗമതരം. ചിത്തസ്യ ചിത്തസ്യ തസ്മാത് വിഭോ. അവിടെ ഭോ എന്നുള്ളത് ഘോഷം. തസ്മാത് വിഭോ. തസ്മാദ്വി ഭോ എന്ന് ചൊല്ലാം. ദ്വി എന്നായിട്ട് തസ്മാത് വിഭോ. അത് തസ്മാദ്വിഭോ എന്ന് ചൊല്ലാം. ചിത്തസ്യ തസ്മാദ്വിഭോ. വിഭോ എന്നുള്ളത് സംബോധനയാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു ആശ്ചര്യചിഹ്നം ഇടാറുണ്ട് ചിലര്. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ. അടുത്തത് ത്വത്പ്രേമാത്മക ഭക്തി എന്നാണ്. ത്വത് 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 പ്രേ പ്രേ ത്വത്പ്രേ എന്ന് ചൊല്ലണം. ത്വത്പ്രേ ത്വത്പ്രേമാത്മ ആത്മ ക ത്വത്പ്രേമാത്മക ഭക്തി. ഭ എന്നുള്ളത് ഘോഷം. ഭക്തി ഭക്തി വിസർഗോ ഭക്തി. ത്വത്പ്രേമാത്മക ഭക്തി. അടുത്തത് ഏവാന്നാണ്. അവിടെ വിസർഗം ര് എന്നായിട്ട് ഏവ എന്നുള്ളതിന്റെ കൂടെ കൂടും. അപ്പൊ രേവാന്നാവും. ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം. ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം. ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം. പിന്നെ സ്വാദീയസി 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 സ്വാദീയസി. പിന്നെ ശ്രേയസി ആണ്. ശ്രേ എന്നാവും. ശ്രേയസി സ്വാദീയസി ശ്രേയസി സ്വാദീയസി ശ്രേയസി.
ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസീ ശ്രേയസീ. ഇനിയിപ്പോ ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തത് ദൂരേത്യ ഫലം. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഭഗവാനുമായിട്ട് ഓരോ ഭക്തനും ഉണ്ടാവുന്ന ബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്നൊക്കെയാണ് പറഞ്ഞിങ്ങനെ വന്നത്. അപ്പൊ ഇത് വേറൊരു തരത്തിലുള്ള കാര്യങ്ങൾ പറയാണ്. നിഷ്കാമം, നിഷ്കാമമായിട്ട്, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, നിഷ്കാമമായിട്ട് ആഗ്രഹമില്ലാതെ, നിഷ്കാമം ആഗ്രഹമില്ലാതെ, ഫലം ആഗ്രഹിക്കാതെ എന്നർത്ഥം. എന്നിട്ടോ അങ്ങനെയുള്ള നിഷ്കാമമായിട്ട് ആഗ്രഹിക്കാതെ, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ചില പ്രവൃത്തികളെ പറ്റിയാണ് പറയുന്നത്. ചെയ്യുന്ന നിയതസ്വധർമ്മചരണം, നിയതമായിട്ട് ചെയ്യുന്ന സ്വധർമ്മത്തിന്റെ ചരണം. നിയതം എന്ന് പറഞ്ഞാല് ഈ നിത്യ നിദാനങ്ങൾ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നിത്യ നൈമിത്തിക വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നതിൽ അതിൽ നിത്യമായിട്ട് വരുന്ന ചില വിഷയങ്ങളാണ്. നിത്യമായിട്ടും നൈമിത്തികമായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതാണ് നിയതമായിട്ട് വരുന്ന സ്വധർമ്മം, സ്വന്തം ധർമ്മങ്ങള്, സ്വന്തം പ്രവൃത്തികള്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതിനെയാണ് ധർമ്മം എന്ന് പറയാം. അപ്പൊ നിയതമായിട്ടുള്ള സ്വധർമ്മങ്ങള്, സ്വധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ താൻ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ എന്നർത്ഥം. നിത്യമായിട്ടും അല്ലെങ്കിൽ അതാത് സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആ സ്വധർമ്മങ്ങളെ ചരണം ചെയ്തുകൊണ്ട് എന്നർത്ഥം. നിയതസ്വധർമ്മചരണം, അതിന്റെയൊക്കെ ചരണം, ആചരണം എന്നർത്ഥം. ധർമ്മചരണം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ ആചരണം തന്നെയാണ് ധർമ്മചരണം. ചരിക്കുക, ധർമ്മം ചരിക്കുക. ആ ചരണത്തെ യത് കർമ്മയോഗാഭിധം, അങ്ങനെ ചെയ്യുന്നതിന് ഒരു പേരുണ്ട്, യോഗ, കർമ്മയോഗാഭിധം. കർമ്മ യോഗ എന്ന പേരോട് കൂടിയതായിട്ടുള്ള ഒരു രീതി, കർമ്മമാർഗം, കർമ്മയോഗ, കർമ്മയോഗമായിട്ടുള്ള കർമ്മ, ഈ നമ്മളുടെ ഇതുണ്ടല്ലോ എന്താ കർമ്മമാർഗം എന്നൊക്കെ പറയുന്നത്. ഭക്തി, കർമ്മ, ജ്ഞാന, ഇങ്ങനെയുള്ള പല പല മാർഗങ്ങളുണ്ട്. അതില് കർമ്മയോഗ അഭിധം, കർമ്മം എന്ന കർമ്മയോഗം ആയിട്ട് വരുന്നതുള്ള ആ ഒരു പ്രവൃത്തി. അത് എങ്ങനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്? എങ്ങനെയാണ്? നമ്മൾ നിത്യമായിട്ടും സന്ദർഭവശാലും നമ്മൾ ചെയ്തു വരേണ്ടതായ ചില സംഗതികളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ചില ആൾക്കാർ, അതും ഫലേച്ഛ ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഫലേച്ഛ ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ അച്ഛന് ഇന്നത് കൊടുക്കണം, നമുക്ക് അമ്മയ്ക്ക് ഇന്നത് കൊടുക്കണം, ഈശ്വരൻ ഇന്നത് കൊടുക്കണം. അതൊക്കെ ഒരു നേരത്തെ നമ്മൾ കണക്കാക്കി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോ ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള യോഗം, അതാണ് കർമ്മ യോഗാഭിധം എന്ന് പറഞ്ഞത്. അതൊക്കെ ചെയ്തിട്ട് ദൂരേത്യ ഫലം, അതിന് ഫലം ഉണ്ടാവുമോ? അത് ദൂരേത്യ ഫലമാണ്. ഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ദൂരേത്യ ഫലം, ദൂരേത്യ ഫലം, ദൂരേ ആണ്, വളരെ ദൂരത്തിലാണ് അതിന്റെ. ദൂരേ ഏത്യ ഫലം, വളരെ ദൂരത്തിൽ എത്തിയിട്ടാണ്. മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെ തന്നെ പറയുന്നത്. ദൂരേ എത്തിയ, ദൂരത്ത് എത്തിയിട്ട് ആണ് ഈ ഫലം ഉണ്ടാവുക. അടുത്തുനിന്ന് ഇതിന്റെ ഫലം ഉണ്ടാവില്ല. ദൂരേത്യ ഫലം, വളരെ ദൂരത്തിലാണ് അതിന്റെ ഫലം ഉണ്ടാവുക എന്നർത്ഥം. അതായത് വളരെ കാലം കഴിഞ്ഞാലാണ് ഇതിന് ഫലം ഉണ്ടാവുക എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ഈ കർമ്മയോഗം എന്നുള്ളത് ചെയ്താൽ, അതും എങ്ങനെ ചെയ്യണം? നിഷ്കാമമായിട്ട് ചെയ്യണം, നിഷ്കാമമായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്താൽ ഇത് വളരെ ദൂരേത്യ ഫലമാണ്. വളരെ കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഗുണമൊക്കെ നമുക്ക് ഉണ്ടാവുക. ഇനി യദൗപനിഷദജ്ഞാനോപലഭ്യം പിന്നെയോ
യത് ജ്ഞാനോപലഭ്യം. പിന്നെ വേറൊരു വഴിയുണ്ട്. നമ്മുടെ ഈശ്വരങ്കലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള പല പല വഴികളെ പറ്റി പറയാണ്. അതിലൊരു വഴിയാണ് കർമ്മ മാർഗം. ആ കർമ്മമാർഗത്തില് ആത്മാർത്ഥമായിട്ട് നിഷ്കാമമായിട്ട് ചെയ്താൽ വളരെ കാലം കൊണ്ട് അതിന്റെ ഫലം ഉണ്ടാവും. ഇനിയോ പുനഃ യത് ഔപനിഷദജ്ഞാനോപലഭ്യം തതുത്തു. ഇനി വേറൊന്നിനെ പറ്റി പറയാണ്. ഔപനിഷദജ്ഞാനോപലഭ്യം യാതൊന്നാണോ, പിന്നെ ഇനി വേറൊരു മാർഗത്തിനെ പറ്റി പറയാണ്. യത് വേറൊരു മാർഗം, അത് ഔപനിഷദജ്ഞാനോപലഭ്യം. ഔപനിഷദജ്ഞാനോപലഭ്യം. ഔപനിഷത് എന്ന് പറഞ്ഞാല് ഉപനിഷത്തുമായി ബന്ധപ്പെട്ട് ഉപനിഷത്തുക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്നതായ ജ്ഞാനം, അറിവുകൾ. ഉപനിഷത്തുക്കളിൽ നിന്ന് ഒക്കെ നമുക്ക് പല പല അറിവുകൾ, തത്വജ്ഞാനങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ കിട്ടുന്ന തത്വജ്ഞാനം, ആ ജ്ഞാനം ജ്ഞാന ഉപലഭ്യം. ആ ജ്ഞാനോപലഭ്യം എങ്ങനെയാണ്? തത്തു അവ്യക്തതയാ. അങ്ങനെ ഉണ്ടായാൽ ഫലം ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല അവിടെ. തതു തു അവ്യക്തതയാ. അത് അവ്യക്തമാണ്, വ്യക്തമല്ല, നമുക്ക് തെളിഞ്ഞു കിട്ടില്ല. അതായത് ബ്രഹ്മത്തിനെ പാലിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന ആ വഴികള് അവ്യക്തമാണ്. കൃത്യമായിട്ട് നമുക്ക് സ്ഫുടമായിട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ല, പിടികിട്ടില്ല. ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമല്ല എന്നർത്ഥം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, സാധാരണ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനും പിടികിട്ടാൻ ബുദ്ധിമുട്ടാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൊണ്ട് കിട്ടുമ്പോഴാണ് മനസ്സിന് കിട്ടാൻ എളുപ്പം. അപ്പൊ അതുകൊണ്ട് അത് ആ മനസ്സിന് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചിത്തസ്യ സുദുർഗമതരം, മനസ്സിന് വളരെ അവ്യക്തമായത് കൊണ്ട് തന്നെ ചിത്തസ്യ, ചിത്തത്തിന് സുദുർഗമതരം, അത് വളരെ ദുർഗമമാണ്. പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, ദുർഗമമാണ് എന്നാ പറഞ്ഞത്. എളുപ്പല്ല, വളരെ കഠിനമായിട്ട് പ്രയത്നിച്ചാൽ മാത്രം ഗമിക്കാൻ സാധിക്കുന്നതാണ്. സുദുർഗമതരം, അങ്ങനെ കിട്ടുള്ളൂ. ഉപനിഷത്തുകളൊക്കെ പഠിച്ചാൽ ഉള്ള ഗുണങ്ങളെ പറ്റി പറയാണ് അത് എളുപ്പമല്ല. കാരണം അത് അവ്യക്തമായത് കൊണ്ട് തന്നെ മനസ്സിന് പിടികിട്ടാനും വിഷമമാണ്, പ്രയാസം വളരെ ഏറിയതാണ് എന്ന് പറയാണ്. തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ. തസ്മാത്, അതുകൊണ്ട് തന്നെ, അല്ലയോ വിഭോ, സുദുർഗമതരമായ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഹേ വിഭോ, അല്ലയോ വിഭോ. വിഭു എന്ന് പറഞ്ഞാല് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാനെ വിളിക്കുന്നത്. ഹേ വിഭോ, തസ്മാത് ത്വത്പ്രേമാത്മക ഭക്തിരേവ. ത്വത്പ്രേമ ആത്മക ഭക്തിരേവ. ത്വത്പ്രേമ, ത്വത് പ്രേമ, ത്വയി പ്രേമ, അങ്ങയിൽ പ്രേമം, ആ ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനോടുള്ള ഇഷ്ടം, ഭഗവാനോടുള്ള ഭക്തി, ആ പ്രേമം കൊണ്ട് പ്രേമാത്മകമായിട്ടുള്ള ഭക്തി, ഭഗവാനോട് അത്രയും പ്രേമമായിട്ടുള്ള ഭക്തിയാണ് വേണ്ടത്. ഈ ഭക്തി മാർഗത്തിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ത്വത്പ്രേമാത്മക ഭക്തിരേവ. ത്വത്പ്രേമാത്മകമായിട്ടുള്ള ഭക്തി, ആ ഭക്തി എന്ന് പറഞ്ഞാല് ഭഗവാനോട് ഏറ്റവും പ്രേമാത്മകമായിട്ടുള്ള ഭക്തി. ആ ഭക്തി തന്നെയാണ് എന്ത്? സതതം സ്വാധീയസി ശ്രേയസി. ആ ഭക്തി എന്ന് പറയുന്നതാണ് സതതം, എല്ലായ്പ്പോഴും, സ്വാധീയസി, സ്വാദുള്ളത്, ഏറ്റവും സ്വാദ് കൂടിയത് ഈ ഭക്തിയാണ്. അത് മാത്രാണോ? ശ്രേയസി, ശ്രേയസ്കരവുമാണ്. അപ്പോഴ് 3 മാർഗങ്ങൾ ഉണ്ട്: കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഭക്തിമാർഗം. അതില് കർമ്മമാർഗം എന്ന് പറഞ്ഞാല് അത് വളരെ വേണ്ടതുപോലെ ചെയ്താല് വളരെ കാലം കൊണ്ട്
അതിന് ഗുണമുണ്ടാവും. ജ്ഞാനമാർഗം എന്ന് പറയുന്നതും ഗുണമുണ്ടാവും. പക്ഷെ അത് ഈ ജ്ഞാനമാർഗമായതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മനസ്സിന് പിടികിട്ടാൻ എളുപ്പമല്ല. എന്നാൽ ഭക്തി മാർഗം എന്ന് പറയുന്നത് അത് ഭഗവാനോട് പ്രേമത്തോടു കൂടിയിട്ടുള്ള ഭക്തിയാണ് എങ്കിൽ അതാണ് ഏറ്റവും സ്വാദുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രേയസ്സും ഉണ്ടാവുന്നത്. അപ്പൊ ഭക്തി മാർഗമാണ്, ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, എളുപ്പമായിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പ്രേമാത്മക, പ്രേമ ആത്മകം, പ്രേമം ആത്മക, പ്രേമത്തോടു കൂടിയ ഭക്തി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അപ്പൊ അങ്ങനെ 8ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞു. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നാരായണീയത്തിലെ 2ാം ദശകത്തിലെ 9ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മലാബോധേ ഭക്തിപഥേഥവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്ത്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. അപ്പൊ അവിടെ അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മലാ ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്താർദ്രത്വം ഋതേ വിചിന്ത്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഇപ്പോ പൊതുവായിട്ട് കർമ്മം ജ്ഞാനം എന്നുള്ള 2 യോഗങ്ങള് അത് ദൂരേത്യ ഫലമാണ്, സുദുർഗമതരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണ്. അതി ആയാസകരാണിയാണ്. അതി ആയാസകരാണി, അതാണ് അതി ആയാസ. അത്യായാസകരാണി, അത്യായാസകരാണി, അത്യായാസകരാണി കർമ്മ പടലാനി. കർമ്മ പടലം എന്ന് പോരാട്ടോ, കർമ്മ പടലം പോരാ, കർമ്മ പടലം ട എന്ന് തന്നെ പ്രയോഗിക്കണം. കർമ്മ പടലാനി ആചര്യ, കർമ്മ പടലാനി ആചര്യ കൂടി വരുമ്പോഴ് കർമ്മ പടലാന്യാചര്യ, കർമ്മ പടലാന്യാചര്യ, ആചര്യ കർമ്മ പടലാന്യാചര്യ അത്യായാസകരാണി കർമ്മ പടലാന്യാചര്യ നിര്യന്മലാ. നിര്യന്മല, നിര്യന്മല, നിര്യന്മല. അവിടെ വിസർഗമുണ്ട് ശരിക്കും, ശ്ലോകത്തിൽ വരുമ്പോ വിസർഗം ഇല്ലാന്നേ ഉള്ളൂ.
നിര്യന്മലാ വിസർഗമുണ്ട്. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മലാ. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മലാ. ബോധേ ബോധേ ധേ എന്നുള്ളത് ധ ആ അക്ഷരം ശ്രദ്ധിക്കണം, ഘോഷാക്ഷരാണ്. ബോധേ. അടുത്തത് ഭക്തി പഥേ. അവിടെ ഭ ഘോഷാക്ഷരാണ്. ക്തി കീത്ത് ഇ ഭക്തി പഥേ. അവിടെ ഥേ എന്നുള്ളത് അധികരാണ്. ഭക്തി പഥേ. അടുത്തത് അഥവാ ആ ഥ. അവിടെ ആ ഥകാരവും അധികരാണ്. അപ്പം ഭക്തി പഥേ അഥവാ. അവിടെ രണ്ടും കൂടി കൂടുമ്പോൾ അഥവാ എന്നുള്ള അകാരം ലോപിക്കും. എന്നിട്ട് ഭക്തി പഥേഥവാ എന്നാവും. അപി ഭക്തി പഥേഥവാപി ഭക്തി പഥേഥവാപി. പിന്നെ ഉചിതതാം എന്നാണ്. ഉചിതതാം. അപ്പൊ അവിടെ അപി ഉചിതതാം എന്നാവുമ്പോൾ അപി ഉ അപ്യു എന്നാവും. അപ്യുചിതതാം. ഉചിതതാം കഴിഞ്ഞിട്ട് ആയാന്തിയാണ്. അവിടെ അനുസ്വാരം മകാരായിട്ട് ഉചിതതാമായാന്തി ഉചിതതാമായാന്തി. കിം താവതാ കിം താവതാ. ബോധേ ഭക്തി പഥേഥവാപ്യുചിതതാമായാന്തി കിം താവതാ. ബോധേ ഭക്തി പഥേഥവാപ്യുചിതതാമായാന്തി കിം താവതാ. അടുത്ത വരി ക്ലിഷ്ട്വാ ക്ലീ. കകാരവും പിന്നെ ഇള് എന്നുള്ള അക്ഷരം ക്ള്. അതിന്റെ കൂടെ ഇകാരം ചേരുമ്പോൾ അത് ഈ ലകാരമായിട്ട് ക്ലീ എന്നായിട്ട് മാറുകയാണ്. ക്ലീ. ക്ലിഷ്ട്വാ ക്ലീഷ്ട്വാ ഷിട്ട് വ് ആ ക്ലിഷ്ട്വാ. തർക്കപഥേ തർക്ക തർക്ക പഥേ ഥേ അധികരം. ക്ലിഷ്ട്വാ തർക്കപഥേ ക്ലിഷ്ട്വാ തർക്കപഥേ. പരം തവ പരം തവ വപു. അവിടെ വപു എന്നുള്ളത് വിസർഗം എർ എന്നായിട്ട് വപുർ എന്നാവുകയാണ് ചെയ്യുക കൂടി വരുമ്പോൾ. പരം തവ വപുർ. വപുർ കഴിഞ്ഞിട്ട് പിന്നെ ബ്രഹ്മാഖ്യമന്യേ. ബ്രഹ്മാഖ്യം ബ്രഹ്മ ബ്ര 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 ചൊല്ലാൻ എളുപ്പം എന്ന് ചൊല്ലിയിട്ട് ഹ എന്ന് ചൊല്ലുകയാണ്. ബ്രഹ്മ ബ്രഹ്മ. ഖ്യ. അവിടെ ഖ്യ എന്നുള്ള ഖകാരം അധികരാണ്. ആ ഖകാരത്തിന്റെ കൂടെ യ് എന്ന് വരും. ആ ഖ്യ. ബ്രഹ്മാഖ്യം ബ്രഹ്മാഖ്യം. അടുത്തത് അന്യേ. ബ്രഹ്മാഖ്യം അന്യേ. അവിടെ കൂടി വരുമ്പോൾ അനുസ്വാരം മകാരായിട്ട് ബ്രഹ്മാഖ്യമന്യേ. തവ വപുർ ബ്രഹ്മാഖ്യമന്യേ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ. പുനഃ എന്നുള്ളതും കൂടി ഈ വരി തന്നെയാണ്. പക്ഷെ അത് അടുത്ത വരിയുടെ കൂടെ നമുക്ക് ചൊല്ലാം എന്ന് മാത്രം. അടുത്ത വരിയിൽ ഉള്ളതിന്റെ കൂടെ പുനഃ. പിന്നെ ചിത്താർദ്രത്വം എന്നാണ് അടുത്ത വരി തുടങ്ങുന്നത്. അവിടെ പുനഃ എന്നും ചിത്താർദ്രത്വം എന്നും കൂടി കൂടുമ്പോൾ പുനഃ എന്നുള്ള വിസർഗം ശകാരായിട്ട് പുനശ്ചിത്താർദ്രത്വം എന്നാവും. പുനശ്ചി പുനശ്ചിത്ത. രണ്ട് തകാരുണ്ട്.
ചിത്താർ ചിത്താർ ദ്ര ചിത്ത ആർദ്രത്വമാണ്. ചിത്ത ആർദ്രത്വം ആർദ്ര ആർദ്രത്വം ത്വം ചിത്താർദ്രത്വം പുനശ്ചിത്താർദ്രത്വം. പിന്നെ ഋതേന്നാണ്. തേ ഋഷി എന്നൊക്കെ ഉള്ള അതിന്റെ കൂടെ തേ എന്നും കൂടി കൂടും. ഋതേ. അപ്പൊ അവിടെ ചിത്താർദ്രത്വം എന്നുള്ള അവസാനം അനുസ്വാരല്ലേ വരുന്നത്. അതും ഋതേ എന്നുള്ളതും കൂടി കൂടുമ്പോ ഈ അനുസ്വാരം മകാരായിട്ട് ചിത്താർദ്രത്വം ഋതേ മൃതേന്നാവും. അത് ചിത്താർദ്രത്വ മൃതേ എന്ന് ചൊല്ലരുത് എന്ന് മാത്രം. ചിത്താർദ്രത്വ ഋതേന്നാണ് ആ പദം. അത് ആ പദം മുറിക്കുന്നത് ഏതാന്നുള്ളത് ഓർമ്മിക്കണം. പുനശ്ചിത്താർദ്രത്വമൃതേ. പിന്നെ വിചിന്ത്യ വിചിന്ത്യ ബഹുഭി ബാഹുഭി വിസർഗോ. അഭി എന്നുള്ള ഭകാരം ഘോഷാക്ഷരാണ്. ബഹുഭി വിചിന്ത്യ ബഹുഭി. പിന്നെ അടുത്തത് സിദ്ധ്യന്തി സിദ്ധ്യ. ആ അക്ഷരം ശ്രദ്ധിക്കണം. ആണ് അവിടെ. സീദ് പിന്നെ എന്നുള്ള അക്ഷരം കൂടും. അത് ആ എന്നുള്ളത് ഘോഷാക്ഷരാണ്. ആ സി കഴിഞ്ഞ ഉടനെയുള്ള എന്നുള്ളത് മൃദുവാണ്. ആ കഴിഞ്ഞിട്ട് വരുന്ന എന്നുള്ളത് ഘോഷാക്ഷരാണ്. സിദ് പിന്നെ യാ സിദ്ധ്യന്തി സിദ്ധ്യന്തി. പിന്നെ ജന്മാന്തരയീ ജന്മാന്ത എന്താന്ന് ചൊല്ലിയാ പോരാ, അന്ത എന്നെ ചെല്ലണം. ജന്മാന്തരൈ വിചിന്യ ബഹുഭി. ആ വിസർഗം സിദ്ധ്യന്തി എന്നുള്ളതിനെ കൂടെ കൂടിയിട്ട് സിദ്ധ്യന്തി എന്നുള്ള സകാരം ഇരട്ടിച്ചു വരും. ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ. അപ്പോ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ. ഇനിയിപ്പോ ഇതിലുള്ള ചില യോഗങ്ങളെക്കുറിച്ച് മാർഗങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പറയാണ്. കേചിത് ചില ആൾക്കാർ എന്താണ് ചെയ്യുക? ഇപ്പോ 3 തരം നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോന്നിന്റെ ഗുണവും ഒക്കെ പറഞ്ഞു. ഇനി ഓരോ ആൾക്കാർ ഏതൊക്കെ തരത്തിൽ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് പറയുന്നത്. കേചിത് ചില ആൾക്കാര് അത്യായാസകരാണി കർമ്മപടലാനി. ആയാസം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് ചിലർക്കൊക്കെ ചിലപ്പോൾ സംശയാവും. ആയാസം എന്താണ്? അതിന് ഉത്തരം നമുക്ക് തന്നെ അറിയുന്ന വേറൊരു പദം, അതിന്റെ നേരെ വിപരീതാർത്ഥമുണ്ട്. അനായാസം. അത് പറഞ്ഞാൽ മനസ്സിലാവും. അനായാസം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എളുപ്പത്തിൽ എന്നർത്ഥം. അപ്പോഴ് ആയാസം എന്ന് പറയുമ്പോൾ വിഷമിച്ചുകൊണ്ട് എന്നാണ് അർത്ഥം, ബുദ്ധിമുട്ടിക്കൊണ്ട് എന്നർത്ഥം. അപ്പോ കേചിത് ചില ആൾക്കാര് അത്യായാസകരാണി അതി ആയാസകരാണി. അതി എന്ന് പറഞ്ഞാല് ആയാസം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അത് അതിയായിട്ടുള്ള ധാരാളമായിട്ടുള്ളതാവുമ്പോ അത്യായാസമായി. അത്യായാസകരാണി ബുദ്ധിമുട്ട് കരങ്ങൾ ആയിട്ടുള്ള, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അത്യായാസകരങ്ങളായിട്ടുള്ള, അതി ആയാസകരങ്ങളായിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കർമ്മപടലാനി കർമ്മപടലങ്ങളെ. കർമ്മം എന്ന് പറഞ്ഞാല് കർമ്മം, അതിന്റെ പടലങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മ ശൃംഖലകൾ തന്നെ, ധാരാളം കർമ്മങ്ങൾ നടത്തുക. കർമ്മത്തിന്റെ പടലങ്ങളാണ് കർമ്മപടലങ്ങൾ. ഒരു കർമ്മം ചെയ്താൽ മതിയാവില്ല, അത് കുറേ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ എന്നർത്ഥം. അപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് ചില ആൾക്കാർ എന്താ ചെയ്യുക? അത്യായാസകരങ്ങളായിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടി ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മപടലാനി കർമ്മങ്ങളെ ആചര്യ. അതിനെ ആചരിച്ചിട്ട് അതിനെ ചെയ്തുകൊണ്ട് മലരായിട്ട്. നിര്യന്മലർ എന്ന് പറഞ്ഞാല് ഈ മലം എന്ന് പറഞ്ഞാൽ
കളങ്കമൊന്നുമില്ലാത്ത എന്നർത്ഥം. മനഃശുദ്ധി കൈവന്നിട്ട്, മനസ്സിനൊക്കെ അശുദ്ധി ഇല്ലാത്തവരായിട്ട്, മനസ്സിന് ശുദ്ധി കൈവന്നിട്ട് എന്നർത്ഥം. അപ്പൊ ചില ആൾക്കാരെന്താ ചെയ്യുക, വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കർമ്മഫലങ്ങളെ തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുത്ത് അത് വൃത്തിയിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സ്, അവര് നിർമ്മലന്മാരായിട്ട് മാറും. അത് തന്നെയാണ് നിര്യന്മലന്മാര്. നിർമ്മലന്മാര് എന്നുള്ളത് തന്നെയാണ് നിര്യന്മലരായിട്ട് അവര് മനഃശുദ്ധി കൈവന്നവരായിട്ട്. എന്നിട്ടോ നിര്യന്മല ബോധേ അഥവാ ഭക്തിപഥേ അപി. അങ്ങനെയുള്ള ആൾക്കാര് ഒന്നുകിൽ ബോധേ അല്ലെങ്കിൽ ഭക്തിപഥേ. ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാര് കുറെ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധം, ആ മനസ്സൊക്കെ ശുദ്ധി ചെയ്ത് കഴിഞ്ഞാൽ അവർ യോഗ്യരായി മാറും. എന്തിന്? ഒന്നുകിൽ ബോധേ, ബോധത്തിന്, ബോധം എന്ന് പറഞ്ഞാല് അറിവാണ്. ഒന്നുകില് ബുദ്ധിപരമായ വിഷയം, ബോധം, ബുദ്ധി, അറിവിലേക്ക് അവർ യോഗ്യന്മാരായി മാറും. കുറെ കർമ്മങ്ങൾ ചെയ്താൽ അവര് ജ്ഞാനമാർഗത്തിലേക്കുള്ള യോഗ്യന്മാരായിട്ട് മാറും. കർമ്മങ്ങൾ ചെയ്യുന്നവര് കുറെ കാലം കൊണ്ട്, കുറെ കാലം നല്ല വൃത്തിയിൽ കർമ്മങ്ങൾ ചെയ്താൽ അവര് അവസാനം കർമ്മമാർഗത്തിന് വൃത്തിയിൽ ചെയ്തിട്ട് മനസ്സ് ശുദ്ധമായി കഴിഞ്ഞവര് ജ്ഞാനമാർഗത്തിലേക്കുള്ള യോഗ്യന്മാരായിട്ട് മാറും. ഇനി വേറെ ചില ആൾക്കാർ അങ്ങനെയല്ല. ഈ ചിലര് അതിനല്ല യോഗ്യന്മാരാവുക. കർമ്മപടലം വേണ്ട പോലെ ചെയ്ത് വൃത്തിയിൽ ചെയ്തിട്ട് കുറെ കാലം കൊണ്ട് അവരുടെ മനസ്സൊക്കെ ശുദ്ധമായി കഴിഞ്ഞിട്ട് അവര് ഭക്തി പഥേ അപി. ചിലര് ഭക്തി മാർഗത്തിലേക്കുള്ള യോഗ്യന്മാരായിട്ടാണ് മാറുക. ഈ കർമ്മപടലം ചെയ്താൽ കർമ്മമാർഗത്തിലൂടെ ചിലര് ജ്ഞാനമാർഗത്തിലേക്ക് യോഗ്യന്മാരാവുന്നു, ചിലര് ഭക്തി മാർഗത്തിലേക്ക്, ഭക്തിപഥേ, ഭക്തിയുടെ പഥത്തില്, ഭക്തിയുടെ മാർഗത്തില് യോഗ്യന്മാരായിട്ട് മാറുന്നു. ഭക്തിപഥേ അപി ഉചിതതാം ആയാന്തി. അവര് ഉചിതന്മാരായിട്ട് മാറുന്നു. ഉചിതതാം ആയാന്തി, ഉചിതതയെ, ഉചിതമായിട്ടുള്ള, അവരവിടെ ഉചിതന്മാരാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആയാന്തി, അങ്ങനെ ആയി മാറുന്നു എന്നർത്ഥം. അപ്പോ ഈ കർമ്മമാർഗം വൃത്തിയിൽ ചെയ്താല് അവർക്ക് കുറെ കാലം കൊണ്ട് ഒന്നുകില് ജ്ഞാനമാർഗത്തിലേക്കുള്ള യോഗ്യത കിട്ടും. കർമ്മമാർഗം നല്ലപോലെ ചെയ്താല് ചിലപ്പോ ഭക്തിമാർഗത്തിലേക്കുള്ള യോഗ്യത കിട്ടും എന്നാണ് പറഞ്ഞത്. പിന്നെയോ താവതാക്കിം എന്നിട്ട് ചോദിക്കുക, താവതാക്കിം, അങ്ങനെ ചെയ്തിട്ട് എന്താ പ്രയോജനം? അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി നല്ല കർമ്മമാർഗങ്ങളൊക്കെ ചെയ്ത് അവസാനം ജ്ഞാനമാർഗത്തിനുള്ള യോഗ്യന്മാരായി, അല്ലെങ്കിൽ ഭക്തിമാർഗത്തിനുള്ള യോഗ്യന്മാരായി. താവതാക്കിം, അതിനെ കൊണ്ട് എന്താ പ്രയോജനം? അന്യേ പുനഃ ക്ലിഷ്ട്വാ ചിത്താർദ്രത്വമൃതേ. അന്യേ പുനഃ, അതിനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നർത്ഥം. ഇപ്പോ ഇവരൊക്കെ ഇങ്ങനെ യോഗ്യന്മാരായി, അതിനെ കൊണ്ട് വേറെ പ്രയോജനമില്ല. അതിനെ കൊണ്ട് എന്താ പ്രയോജനം? ഇപ്പൊ കുറെ കാലം കർമ്മമാർഗം ചെയ്താൽ ഇതിനുള്ള ഒരു യോഗ്യത കിട്ടുന്നല്ലേ ഉള്ളൂ. അതിനെ കൊണ്ട് എന്താ കാര്യം? ഇതിനുള്ള യോഗ്യതയല്ലേ കിട്ടിയിട്ടുള്ളൂ. എന്നാ പിന്നെ അത് തന്നെ ഇതെന്തിനാ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഇനി വരാൻ പോകുന്ന അർത്ഥം ചോദ്യം. താവതാക്കിയും, അതിനെ കൊണ്ട് എന്താ പ്രയോജനം? അന്യേ പുനഃ, ഇനി വേറെ ചില ആൾക്കാർ, അന്യന്മാരായിട്ടുള്ള വേറെ ചിലർ, അതായത് ഇപ്പൊ കുറച്ച് ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, അവരല്ലാത്ത വേറെ ചില ആൾക്കാര്, അന്യേ പുനഃ, വേറെ ചിലരാകട്ടെ, വേറെ ചില ആൾക്കാര് എന്തു ചെയ്യുന്നു? തർക്കപഥേ ക്ലിഷ്ട്വാ, തർക്കപഥം, തർക്കത്തിന്റെ പഥം, തർക്കത്തിന്റെ വഴിയില്. തർക്കം എന്ന് പറഞ്ഞാല് ഓരോന്നിനെ കുറിച്ചും തർക്കിക്കുക, തർക്കത്തിൽ. അപ്പൊ യുക്തി ആണ്, അത് ശരി തന്നെയാണോ, അല്ല അത് തെറ്റാണോ എന്നുള്ളതിനെ യുക്തിഭദ്രമായിട്ട് ചിന്തിച്ച്, അതാണ് തർക്കപഥം, തർക്കത്തിന്റെ വഴി. യുക്തി മാർഗത്തിലൂടെ ചിന്തിക്കും, അത് ശരിയാണോ, ഇന്ന വഴിയിലൂടെ പോയാൽ അത് ശരിയല്ലല്ലോ, ഇന്നതാകുമ്പോൾ അത് ശരിയല്ലേ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവും. ഒരാളുടെ മനസ്സിൽ തന്നെ ഒന്നിനെ കുറിച്ച് പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. അപ്പോഴെന്താ ഉണ്ടാവുക? തർക്കപഥേ ക്ലിഷ്ടുവ, അപ്പം വിഷമായി. ക്ലിഷ്ടുവ, അത് ക്ലേശമാണ്, ക്ലേശമുണ്ടാവും, അവർക്ക് വിഷമാണ് ഉണ്ടാവുക. ഇങ്ങനെ തർക്കപഥത്തിൽ ആവുമ്പോൾ, തർക്കം ഉണ്ടാകുമ്പോൾ അത് വിഷമാണ്. തർക്കപഥേ ക്ലിഷ്ടുവ, അങ്ങനെ വിഷമിച്ചിട്ട്
വിഷമിക്കുമ്പോ എന്താ ഉണ്ടാവുക? ചിത്ത ആർദ്രത്വം ഹൃദേ. ശരിക്ക് ആ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, അത് ആർദ്രമാവണം. ആ ചിത്തം അവിടെ ആർദ്രമായിട്ട് മാറണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പൊ ഇവരോ ഈ തർക്കപഥത്തിലൊക്കെ ക്ലിഷ്ടുവ ചിത്താർദ്രത്വം ഹൃദയേ. ഹൃദയ എന്ന് പറഞ്ഞാൽ ഈ വിന എന്നൊക്കെയുള്ള അർത്ഥമാണ്, കൂടാതെ. അപ്പൊ ചിത്താർദ്രത്വം ഹൃദയ എന്ന് പറയുമ്പോൾ മനസ്സ് അലിയാത്തവരായിട്ട് എന്നർത്ഥം. മനസ്സ് അവരുടെ മനസ്സ് അലിയുന്നില്ല, ഇങ്ങനെയൊക്കെ ആവുമോ? അങ്ങനെ മനസ്സ് അലിയാത്തവരായിട്ട് ബ്രഹ്മാഖ്യം തവ വപു. ബ്രഹ്മാഖ്യം, ബ്രഹ്മ എന്ന പേരോട് കൂടിയതായ തവ പരം വപു, അങ്ങയുടെ പരമായിട്ടുള്ള വപു, പരമായിട്ടുള്ള വപുസിനെ, ആ പരമായിട്ടുള്ള ശരീരത്തെ വപു ധ്യാത്വാ വിചിന്യ. തവ പര വപു വിചിന്യ, അതിനെ പറ്റിച്ചിട്ട് ചിന്തിച്ചിട്ട്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. അപ്പൊ അങ്ങയുടെ ഏറ്റവും പരമമായിട്ടുള്ള വപുസ്, അതായത് പരബ്രഹ്മമായിട്ടുള്ള, പരബ്രഹ്മം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ നിർഗുണമായിട്ടുള്ള, നിർഗുണം എന്ന് പറയുമ്പോൾ ഗുണങ്ങളൊന്നുമില്ലാത്ത നിരാകാരം ഒക്കെ ആയിട്ടുള്ള ആ സ്വരൂപത്തെ ധ്യാനിച്ചിട്ട്, ആ സ്വരൂപത്തെ, അങ്ങനെയുള്ള ഒരു സ്വരൂപത്തെ, നിർഗുണമായിട്ടുള്ള ഒരു സ്വരൂപത്തെ ധ്യാനിച്ചിട്ട് അങ്ങനെ അവരുണ്ടാവുക. അങ്ങനെ അവർക്ക് ഈ ചിത്താർദ്രത്വം വരില്ല. വരാതെ ആവുമ്പോ എന്താ അവര് ആ നിർഗുണ പരബ്രഹ്മത്തിനെ ധ്യാനിക്കും. എന്നിട്ട് പരം വപു വിചിന്യ ബഹുഭി ജന്മാന്തരൈ സിദ്ധ്യന്തി. ബഹുഭി ജന്മാന്തരൈ, പല പല ജന്മ അന്തരങ്ങളെ കൊണ്ടും, ഒരു ജന്മം കൊണ്ടല്ല, ജന്മാന്തരങ്ങളെ കൊണ്ട്. ബഹുഭി, അതും ഒന്നല്ല, ധാരാളം ജന്മാന്തരങ്ങള്. ജന്മം എന്ന് പറഞ്ഞാൽ ഒരു ജന്മം, ജന്മാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ പല ജന്മങ്ങൾ എന്നർത്ഥം, പല ജന്മങ്ങളായി. അങ്ങനെയുള്ള ബഹുഭി ജന്മാന്തരങ്ങൾ, പല പല ജന്മാന്തരങ്ങളെ കൊണ്ടും സിദ്ധ്യന്തി, അവസാനം അവർക്ക് മോക്ഷം ലഭിക്കും എന്നർത്ഥം. അപ്പൊ ഇത് മോക്ഷം കിട്ടാനുള്ള താമസത്തിനെ പറ്റിയാണ്, കുറെ താമസമാകുന്നു, അതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കർമ്മമാർഗത്തിന്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കുന്ന യോഗ്യത, ജ്ഞാനമാർഗത്തിലേക്ക് അതുപോലെ ഭക്തിമാർഗത്തിലേക്കുള്ള യോഗ്യത അവർക്ക് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു. പിന്നെ വേറെ ചില ആൾക്കാര് യുക്തി വാദം കൊണ്ട് പരസ്പരം തർക്കിച്ചിട്ട്, പരസ്പരമോ അല്ലെങ്കിൽ സ്വയമോ തർക്കിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടാതെ നിർഗുണമായിട്ടുള്ള ആ പരബ്രഹ്മത്തെ, ആ മനസ്സലിയാതെ ആ നിർഗുണമായിട്ടുള്ള പരബ്രഹ്മത്തെ ധ്യാനിച്ച് കുറേ കാലങ്ങളെ കൊണ്ട്, കുറേ ജന്മാന്തരങ്ങളെ കൊണ്ട് അവസാനം അവർക്ക് മോക്ഷം കിട്ടും. അപ്പൊ ഒരു ജന്മം കൊണ്ട് കിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വന്നത്. അത്യായാസകരാണി കർമ്മ പടലാന്യാചര്യ നിത്യന്മലാബോധേ ഭക്തിപഥേധവാപ്യുചിതതാമായാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ അല്ല 9ാമത്തെ ശ്ലോകം. അപ്പോ നാരായണീയം 2ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി നമുക്ക് അതിലെ തന്നെ 10ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നാരായണീയം 2ാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകം നമുക്കിന്ന് പഠിക്കാം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശതസ്തന്വതീ സദ്യ സിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢി രസാർദ്രതാ ദ്രുതതരം
വാതാലയാധീശ്വര. ത്വത് ഭക്തി, ത്വത് ഭക്തി തു, ത്വത് ഭക്തി തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശത തന്വതി സദ്യ. അത് ഒരുമിച്ച് ചെല്ലാം. സദ്യ സിദ്ധികരി ജയതി ഐ വിഭോ സാ ഏവ അസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. അവിടെ നോക്കാം. ത്വത് ഭക്തിസ്തു, ത്വത് ഭക്തിസ്തു, ത്വാ ത്വ് ത്വത് ഭ, ഭ ഘോഷാക്ഷരാണ്. ത്വത് ഭക്തി ക് ത് ഇ, ത്വത് ഭക്തി വിസർഗം, ത്വത് ഭക്തി. അടുത്ത പദം തു എന്നാണ്. കൂടി വരുമ്പോൾ വിസർഗം സകാരായിട്ട് ത്വത് ഭക്തിസ്തു, ത്വത് ഭക്തിസ്തു. പിന്നെ അടുത്തത് കഥാരസാമൃത ഝരീ നിർമ്മജ്ജനേന എന്നാണ്. മജ്ജനേന, നിർമ്മജ്ജനേന, ഝരീ നിർമ്മജ്ജനേന, അമൃതഝരീ നിർമ്മജ്ജനേന, രസാമൃതഝരീ നിർമ്മജ്ജനേന, കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന എന്നാണ് വരിക. അവിടെ കഥ, കഥ ഥ എന്നുള്ളത് അധികരം. കഥ, രസ, രസ അമൃത, രസാമൃത, കഥ രസ അമൃത. പിന്നെയുള്ളത് ഝരീ, ഝ, ഝ അത് ചകാരത്തിന്റെ ഘോഷാക്ഷരാണ്. ചവർഗത്തിലെ ഘോഷാക്ഷരമായിട്ടുള്ളതാണ് ഝ. ഝരീ, ഝരീ. നിർമ്മജ്ജനേന, 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 കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന. കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം. അതും കൂടി ആ വരിയിലുള്ളതാണ്. സ്വയം, സ്വയം, സ്വയം എന്ന് പോരാ, സ്വയം എന്ന് പോരാ, സ്വയം, സ്വയം. ത്വത് ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം. അടുത്ത വരിയിലുള്ളതും കൂടി ഇതിന്റെ കൂടെ പറയാറുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത വരി പഠിക്കാം. സിദ്ധ്യന്തി, സി ധ്യ, സിദ്ധ്യ ന്തി, സിദ്ധ്യന്തി. പിന്നെ വിമല പ്രബോധ പദവീം, വിമല, വിമല, പ്രബോധ, പ്രബോധ, ബോധ, ധ എന്നുള്ളത് ഘോഷം. പ്രബോധ പദവീം, പദവീം, വിമല പ്രബോധ പദവീം. അടുത്തത് അക്ലേശത, അക്ലേശ, ക്ലേശത അല്ലാത്തതാണ് അക്ലേശത. അക്ലേശത, അക്ലേശത വിസർഗം, അക്ലേശത. അടുത്ത വരി അടുത്ത പദം തന്വതി എന്നാണ്. തന്വതി, തന്വതി കൂടി വരുമ്പോഴ് ആ വിസർഗം സകാരായിട്ട് അക്ലേശതസ്തന്വതി എന്നാവും. സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശതസ്തന്വതി. സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശതസ്തന്വതി. രണ്ടു വരി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വരി. സദ്യ, സാദ്യ വിസർഗവും, സദ്യ, സദ്യ എന്നാവേ പോവരുത് എന്ന് മാത്രം. സദ്യ. പിന്നെ സിദ്ധികരി, സിദ്ധി കരി, സിദ്ധികരി. അവിടെ അതെ സദ്യ എന്ന് കഴിഞ്ഞിട്ടുള്ള വിസർഗം സിദ്ധികരി എന്നുള്ളതിന്റെ കൂടെ കൂടുമ്പോ വിസർഗം സകാരായിട്ട് ഇരട്ടിച്ചു വരും. സദ്യസിദ്ധികരി,
സദ്യസിദ്ധികരീ. പിന്നെ ജയതി, അടുത്തത് ഐ. അവിടെ അതെ ജയതി ഐ കൂടി വരുമ്പോഴേ ഈ ആ കൂടി വരുമ്പോ അവിടെ യകാരായിട്ട് ത്യ എന്നാവും. ജയത്യൈ, ജയത്യൈ. പിന്നെ വിഭോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ, സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ. പിന്നെ സാ ഏവ, അത് സാ ഏവ, അത് സാ ഏ കൂടുമ്പോഴ് ഐ എന്നാവും. അപ്പൊ സൈ, സൈവ, സാ ഏവ, സൈവ, 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 സൈവ എന്ന് കഴിഞ്ഞിട്ട് അടുത്തത് അസ്തു ആണ്. സൈവ അസ്തു. അപ്പൊ അവിടെ വ എന്നുള്ളതിന്റെ അവസാനം അ എന്നാണ്, അസ്തു എന്നുള്ളതിന്റെ തുടക്കവും അ എന്നാണ്. അപ്പൊ രണ്ടും കൂടി കൂടുമ്പോൾ ദീർഘമായിട്ട് സൈവാസ്തു എന്നാവും. മേ, സൈവാസ്തു മേ, സൈവാസ്തു മേ, സൈവാസ്തു മേ. സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ. ഈ വരിയില് ത്വത്പദാന്നും കൂടി ഉണ്ട്, പക്ഷെ അത് അടുത്ത വരിയിലെ പദവുമായിട്ടാണ് കൂടുതലും ചേരുക. അതുകൊണ്ട് തന്നെ അടുത്ത വരിയുടെ കൂടെ നമുക്ക് പറയാം. ത്വാത് പദ, ത്വത്പദ, ത്വ പദ, ത്വത്പദ, ത്വത്ത് പദ, ത്വത്പദ പ്രേമ, ത്വത്പദ പ്രേമ. പ്രേ എന്ന് വേണം, പദപ്രേ എന്ന് പോരാ. ത്വത്പദ പ്രേ അത് പോരാ. ത്വത്പദ പ്രേമ, ത്വത്പദ പ്രേമ. പിന്നെ പ്രൗഢി, പ്രൗ, പ് ര് ഔ ആണ് പ്രൗ. പ്രൗ ഢി, അത് എട്ടവർഗത്തിലുള്ള ഘോഷം ആയിട്ടുള്ള രൂപം. പ്രൗഢി. ത്വത്പദ പ്രേമ പ്രൗഢി. രസ ആർദ്രത, രസ ആർദ്രത, രസാർദ്രത, ആർദ്രത, രസാർദ്രത, പ്രൗഢി രസാർദ്രത. ത്വത്പദ പ്രേമ പ്രൗഢി രസാർദ്രത. ത്വത്പദ പ്രേമ പ്രൗഢി രസാർദ്രത. ദ്രുതതരം, ദ്രു, ദ് ര് ഉ ആണ് ദ്രു. അത് ചെല്ലുമ്പോ ധ്രു എന്നായി പോവരുത് എന്ന് മാത്രം. ദ്രു അത്രേ ആവാവുള്ളൂ. ദ്രുതതരം, ദ്രുതതരം, ദ്രുതതരം. വാതാലയാധീശ്വര, വാതാലയ അധീശ്വര, അതാണ് വാതാലയാധീശ്വര, വാതാലയാധീശ്വര. പ്രേമ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത. ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. വിമല പ്രബോധ പദവീമക്ലേശതസ്തന്വതീ. സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത. ദ്രുതതരം വാതാലയാധീശ്വര. ഇനി നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അർത്ഥം അവിടെ ത്വദ്ഭക്തി തു, ത്വദ്ഭക്തി തു, ത്വദ്ഭക്തി തു, ത്വത് ഭക്തി തു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് യോഗങ്ങളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞതില്. കർമ്മപടലങ്ങൾ ചെയ്തിട്ട് ചിലര് ഇതിന്റെ രണ്ടിന്റെയും ജ്ഞാന ഭക്തിയുടെ യോഗ്യത നേടും. വേറെ ചില ആൾക്കാര് ജ്ഞാനമാർഗം ചെയ്യുന്ന ആൾക്കാരെന്ത് ചെയ്യും? ആ യുക്തി ചിന്ത കൊണ്ട് അവർ കൃത്യമായിട്ട് ഉത്തരം കിട്ടുകയില്ല. അങ്ങനെ നിർഗുണ പരബ്രഹ്മത്തിനെ ധ്യാനിച്ച്
കുറേ ജന്മങ്ങളെ കൊണ്ടാണ് അവർക്ക് മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഭക്തി മാർഗത്തിനെ കുറിച്ച് പറയാണ്. ത്വദ്ഭക്തിസ്തു, ത്വദ്ഭക്തി തു, ത്വത് ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് ഭഗവാനോട് പറയുന്നതായതുകൊണ്ട് തന്നെ ത്വദ്ഭക്തി, ഭഗവാനിലുള്ള ഭക്തി, ഭഗവത് ഭക്തി എന്നർത്ഥം. ഭഗവത് ഭക്തി തു, ഭഗവത് ഭക്തി ആകട്ടെ, ഭഗവത് ഭക്തി ആകട്ടെ എങ്ങനെയുള്ളതാണ്? കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. അത് സ്വയം സിദ്ധ്യന്തിയാണ്, സ്വയം സിദ്ധിക്കും, തനിയെ വന്നു ചേരും. സ്വയം, വേറെ പ്രയത്നമൊന്നുമില്ലാണ്ട് തനിയെ വന്നു ചേരും. സിദ്ധ്യന്തി, തനിയെ വന്നു ചേരുന്നതാണ്. എന്ത് ചെയ്താൽ? കഥാരസാമൃതചരീ നിർമ്മജ്ജനേന. ഇപ്പൊ കഥാരസം, കഥ ഭഗവാന്റെ കഥയാണ് ഉദ്ദേശിക്കുന്നത്. കഥാരസം, കഥ അതിന്റെ രസം, കഥയുടെ രസം. കഥാരസത്തിന്റെ ഭഗവാനിലുള്ള ഭഗവാന്റേതായ കഥാരസം, ആ കഥാരസത്തിന്റെ അമൃതം, കഥാരസ അമൃതം, കഥാരസമാകുന്ന അമൃത്, ആ അമൃതിന്റെ ഝരി, ആ അമൃതിന്റെ ഝരി എന്ന് പറഞ്ഞാൽ അത് പ്രവാഹം, ഒഴുക്ക്. കഥാരസമാകുന്ന അമൃതപ്രവാഹം, ആ അമൃതപ്രവാഹം കൊണ്ട്, ആ അമൃതപ്രവാഹത്തില് നിർമ്മജ്ജനേന, ആ അമൃതപ്രവാഹത്തില് മുഴുകുന്നത് കൊണ്ട്, നിശേഷമായും മജ്ജനേന മുങ്ങിത്താഴുന്നത് കൊണ്ട്, മുങ്ങി താഴുക എന്നല്ല, മുങ്ങുന്നത് കൊണ്ട്, ആ അമൃത പ്രവാഹത്തില് നമ്മൾ മുങ്ങിക്കളിക്കുമ്പോ, ആ കഥാരസമാകുന്ന അമൃത പ്രവാഹത്തില് മുങ്ങുന്ന സമയത്ത് എന്നർത്ഥം. ഇപ്പൊ ഭഗവാന്റെ കഥകൾ കേട്ട് ആ കഥകളിൽ ഭക്തി തോന്നിയിട്ട് അതിൽ നമ്മൾ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്വയം സിദ്ധ്യന്തി. അതുകൊണ്ട് എന്തുണ്ട്? ആ ഭഗവാന്റെ കഥ കേട്ടാൽ മാത്രം മതി. ഭഗവാന്റെ കഥയാകുന്ന അമൃതിനെ, ആ അമൃതപ്രവാഹത്തെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ തന്നെ സ്വയം ഈ ഭക്തി എന്നുള്ളത് വന്നു ചേരും. അക്ലേശത തന്വതി, അത് സ്വയം സിദ്ധ്യന്തി എന്ന് പറഞ്ഞു. അത് സ്വയമായിട്ട് താനേ വന്നു ചേരും. പിന്നെ അതെങ്ങനെയൊക്കെയുള്ളതാണ്? വിമല പ്രബോധ പദവീം അക്ലേശത തന്വതി. വിമല പ്രബോധ പദവീം, വിമലമായിട്ടുള്ള, നിഷ്കളമായിട്ടുള്ള, അതായത് ശുദ്ധമായിട്ടുള്ള എന്നർത്ഥം. വിമലം, മലമില്ലാത്ത, ഒരു തരത്തിലുള്ള അഴുക്കുകളുമില്ലാത്ത, കളങ്കമില്ലാത്ത, ശുദ്ധമായിട്ടുള്ള വിമല പ്രബോധ പദവിയും. പ്രബോധ പദവി എന്ന് പറഞ്ഞാൽ പ്രബോധം, ബോധത്തിൻ്റെതായ പദവി, ജ്ഞാനമാർഗമാണ് ഉദ്ദേശിക്കുന്നത്. പ്രബോധ പദവിയും. ഇപ്പോ ശുദ്ധമായിട്ടുള്ള പ്രബോധ പദവിയെ, ജ്ഞാനത്തിനുള്ള പദവിയെ, ജ്ഞാനത്തിനുള്ള യോഗ്യതയെ അക്ലേശതസ്തന്വതി, അക്ലേശത, ഒരു ക്ലേശവുമില്ലാതെ തന്വതി കിട്ടും. ഈ ഭക്തി എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ എളുപ്പമാണ്. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുക, ആ കേൾക്കുന്നത് കൊണ്ട് തന്നെ ആ ഭഗവാനിലുള്ള ഭക്തി ഉണ്ടാവും. ആ ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ സാമാന്യമായിട്ട് തന്നെ വിമല പ്രബോധ പദവി ഉണ്ടാവും. അതായത് ആ ശുദ്ധമായിട്ടുള്ള ജ്ഞാനം, ആ അറിവ് നമുക്ക് ലഭിക്കും. അപ്പൊ ജ്ഞാനമാർഗത്തിലേക്കുള്ള യോഗ്യത നമുക്ക് കിട്ടും. എങ്ങനെ? അക്ലേശത, ഒരു വിഷമവുമില്ലാതെ ആ ജ്ഞാനമാർഗത്തിലേക്കുള്ള യോഗ്യത നമ്മൾ നേടിക്കഴിയും എന്നർത്ഥം. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ജ്ഞാനമാർഗത്തില്, ജ്ഞാനമാർഗം ഒരു പ്രയാസവും കൂടാതെ ആ ജ്ഞാനമാർഗം, ആ വഴി തന്നെ അങ്ങോട്ട് തുറന്നു കിട്ടും. എന്നിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആ അറിവിലൂടെ മോക്ഷം ലഭിക്കാനും സാധിക്കും. സദ്യ സിദ്ധികരി, വളരെ എളുപ്പത്തിൽ, സദ്യ വളരെ പെട്ടെന്ന്, സദ്യ എന്നുള്ള വാക്കിന് പെട്ടെന്ന് എന്നാണ് അർത്ഥം. സദ്യ സിദ്ധികരി, വളരെ പെട്ടെന്ന് തന്നെ സിദ്ധികരിയാണ്. ഈ ഭക്തിമാർഗം എന്ന് പറഞ്ഞാല് വളരെ എളുപ്പമാണെന്ന് അർത്ഥം. ആ കഥ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഭക്തി ഉണ്ടാവും. ആ ഭക്തി ഇങ്ങനെ കേട്ട് അതിലിങ്ങനെ മുഴുകി കഴിയുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും. ആ ജ്ഞാനത്തിന്റെ വഴി തുറന്ന് പെട്ടെന്ന് തന്നെ മോക്ഷം കിട്ടും എന്നാണ് പറഞ്ഞത്. അക്ലേശത തന്വതി സദ്യസിദ്ധികരി ആയിട്ടുള്ള
ഈ ഭക്തിയോഗ ജയതി, അത് ജയിക്കുന്നു. അത് ജയിക്കട്ടെ. എല്ലാദിക്കിലും അത് ജയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കർമ്മമാർഗത്തെക്കാളും ജ്ഞാനമാർഗത്തെക്കാളും ഈ ഭക്തിമാർഗം ജയിച്ചു തന്നെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സദ്യസിദ്ധികരി ജയതി. എന്നിട്ട് ആ ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥനയാണ്, ഐ വിഭോ, അല്ലയോ വിഭോ, അല്ലയോ ഭഗവാനെ, വാതാലയാധീശ്വര, വാതാലയത്തിന്റെ അധീശ്വര. വാതാലയം എന്ന് പറഞ്ഞാല് ഗുരുവായൂര്. വാതാലയം എന്ന് പറഞ്ഞാൽ വാദം എന്ന് പറഞ്ഞാൽ വായുവാണ്. വായു ആലയം, ഗുരു എന്ന് ഒഴിവാക്കിയത് മാത്രമേ ഉള്ളൂ. വായു ആലയം ഗുരുവായൂര് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗുരുവായൂരിന്റെ ഈശ്വര, വാതാലയ അധീശ്വര, ത്വത്പ്രേമ പ്രൗഢി രസാർദ്രത, ത്വത്പദ പ്രേമ, ത്വത്പദം. ത്വത്പദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പദം, ഭഗവാന്റെ പാദങ്ങളിൽ ഉള്ള, ഭഗവാന്റെ പാദങ്ങളിൽ ഉള്ള ത്വത്പാദ, പാദത്തിന്റെ ന്യാസമാണ് പദം. ത്വത്പദം, അങ്ങയുടെ പദത്തിൽ, ആ പാദങ്ങളില് പ്രേമ, പ്രേമം, പ്രൗഢി, പ്രേമത്തിന്റെ പ്രൗഢി. പ്രേമം എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമാണ്. ആ ഭഗവാന്റെ പാദത്തിൽ ഉള്ള ഇഷ്ടം, അത് പ്രൗഢിയായിട്ടുള്ള ഇഷ്ടം, വളരെ ശക്തമായിട്ടുള്ള ഇഷ്ടം. പ്രേമ, പ്രേമ പ്രൗഢി, പ്രൗഢി രസ ആർദ്രത. ആ പ്രേമം ഉണ്ടാവുക, പ്രൗഢമായിട്ടുള്ള പ്രേമം ഉണ്ടാവുക, അതിന്റെ രസം കൊണ്ട് ആർദ്രത, ആ മനസ്സ് ആർദ്രത, ആർദ്രമായി മാറുക, മനസ്സ് അലിയുക. ഇങ്ങനെയൊക്കെ മനസ്സലിയുക. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോ ആ ഭക്തി എന്ന് പറയുന്ന സംഭവം അങ്ങയുടെ പാദത്തിങ്കൽ അല്ലെങ്കിൽ പദത്തിങ്കൽ, പാദത്തിങ്കല് ഭക്തി, പ്രേമം, പ്രൗഢമായിട്ടുള്ള പ്രേമം, എന്നിട്ട് ആ രസം കൊണ്ട് ആർദ്രത. ആ ആർദ്രത എന്നുള്ളത് മേ ദ്രുതതരം അസ്തു, അത് എനിക്ക് ദ്രുതതരമായിട്ട് ഉണ്ടാകട്ടെ. വളരെ പെട്ടെന്ന് തന്നെ അങ്ങയുടെ പാദത്തിങ്കൽ അല്ലെങ്കിൽ അങ്ങയുടെ പദത്തിങ്കൽ, അങ്ങയുടെ പാദത്തിലേക്ക് എനിക്ക് ഭക്തി ഉണ്ടാകട്ടെ. അങ്ങയുടെ പാദങ്ങളെ പ്രണമിക്കാൻ ഉള്ള ഭക്തി എനിക്ക് ഉണ്ടാകട്ടെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ ഭക്തി മാർഗം ആണ് മറ്റുള്ള 2 മാർഗങ്ങളെക്കാൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് എന്നും സുഗമമായിട്ടുള്ളത് എന്നുമൊക്കെയാണ് ഈ നാരായണീയത്തിൽ ഈ ഭാഗങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശതസ്തന്വതീ സദ്യസിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഈ 2ാമത്തെ ദശകം തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ചൊല്ലി നോക്കാം. എല്ലാവർക്കും കൂടെ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം 2ാമത്തെ ദശകം. ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലകൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദ കങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമത് ബാഹുചതുഷ്ക സംഗത ഗദാ ശങ്കാരി പങ്കേരുഹാം
കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ തത്താദൃങ്മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദചാപലബലാചാപല്യ വാർത്തോദഭൂത് ലക്ഷ്മീസ്താവകരാമണീയകഹൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗഃ സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാ ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകരിഷാത്മികാ ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭാ നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസീ ശ്രേയസീ അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിജ്യന്മലാ ബോധേ ഭക്തിപഥേധവാത്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതീ സദ്യഃ സിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വരാ. നാരായണ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം.